to be educated, but I'm so frustrated. Hello to my loneliness. I guess that ignorance is bliss. Hello guys, welcome back to our channel. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഞാൻ ചില ഷോർട്സ് ആയിട്ടോ എല്ലാം ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ ഷോർട്സ് നമുക്ക് ലിങ്ക് പോകാൻ പറ്റൂല. അപ്പം നമ്മളിങ്ങനെ റീസെൻ്റ് ആയിട്ട് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യണതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടപ്പോഴത്തെ പറഞ്ഞായിരുന്നു ഈ നൈറ്റ് ഡ്രസ്സ് എവിടെ നിന്നാ, ഈ നൈറ്റ് ഡ്രസ്സ് എവിടെ ലിങ്ക് തരുമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു ഞാൻ എന്തായാലും കുറച്ച് നൈറ്റ് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഒരു നൈറ്റ് ഡ്രസ് ഹോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സാവന്ന നൈറ്റ് ഡ്രസ് ഹോളാണ്. നിങ്ങളിപ്പം നല്ലൊരു ഫേസ് വാഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുള്ള ഒരു ഫേസ് വാഷാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വേണം. നമുക്ക് എല്ലാവർക്കും അറിയാം നീം എന്ന് പറയും നമ്മുടെ ആക്നെയും ഡാർക്ക് സ്പോട്ട്സൊക്കെ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പക്ഷേ നീം ഇച്ചിരി ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. റിസൾട്ട് കിട്ടുമെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. പക്ഷേ നിങ്ങൾക്കൊരു 3x ടൈം റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് വാഷാണ് ഈ ഒരു ഡെർമാക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 2% സാലിസിനാമൈഡ് ആൻറ്റി ആക്നെ ഫേസ് വാഷ്. ആക്റ്റീവായിട്ടുള്ള ആക്നെ ഉണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടോ അതൊക്കെ മാറ്റാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 2 പവർഫുൾ ആക്റ്റീവ്സ് ആണ് വരുന്നത്. ഒന്ന് വരുന്നത് സാലിസിലിക് ആസിഡാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബീറ്റ ഹൈഡ്രോക്സി ആസിഡാണ്. സോ നമ്മുടെ എൻലാർജ്ഡ് പോർസിനെ ടാർഗറ്റ് ചെയ്യും, ആക്നെ ബ്രേക്കൗട്ട്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ മാറ്റാൻ, സ്കിന്ന് ഹെൽത്തിയർ ആൻഡ് ക്ലിയർ ആക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നയാസിനമൈഡ് വരുന്നതുകൊണ്ട് തന്നെ B3യുടെ വൈറ്റമിൻ B3യുടെ ഒരു ഫോമാണ്. ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടാണ് നയാസിനമൈഡ് അറിയപ്പെടുന്നത്. ആൻഡ് ഓൾസോ സ്കിൻ്റെ ഡിസ്കളറേഷൻ മാറ്റാൻ, ആക്നെ മാർക്സസ് ഫെയ്ഡ് ചെയ്യാനൊക്കെ ഇത് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഗൈസ് എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുള്ള ഒരു ഫേസ് വാഷാണ് ഇത്. എല്ലാ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം, ബിക്കോസ് ഇത് സെൻസിറ്റീവ് സ്കിൻ ടൈപ്പിന് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ പാച്ച് ടെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡെർമാക്കോയുടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. സോ അതെന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ തവണ ഡെർമാക്കോ എന്ന പ്രോഡക്ട്സ് വാങ്ങുമ്പോഴും നമ്മൾ ഓരോ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി, ദാറ്റ് ഈസ് 20,000-ലധികം സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എഡ്യൂക്കേറ്റ് അലോങ് വിത്ത് ഭൂമി. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പർപ്പിൾ അവൈലബിൾ ആണ്. പിന്നെ ഗ്ലാമി 2025 എന്നുള്ള കോട്ടയപ്പെടുത്ത 20% അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സോ ചെക്ക് ചെയ്ത് നോക്കുക. സോ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയുക നൈറ്റ് വെയർ ആണ്. ഈ ഒരു ബ്ലൂ കളറിലുള്ള ഒരു ലോഞ്ച് സെറ്റാണ്. ആൻഡ് ഈ ഒരു ബ്ലൂവും ഇതിനകത്ത് കുഞ്ഞ് ചെറി പ്രിൻറ്റുമാണ് വരുന്നത്. ആൻഡ് നമ്മുടെ സ്ലീവ്സിൻ്റെ എൻഡിൽ ഇതേപോലെ ലേസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ നെക്ക് പോർഷനിലും ഇതേപോലെ ഒരു ലേസ് വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു ലേസ് എന്ന് പറഞ്ഞൊരു വൈറ്റ് കളറുള്ള ഒരു ഓഫ് വൈറ്റ് ക്രീം കളറാണ്. ഈ ഒരു ലേസ് മാത്രമേ വൈറ്റ് ആയിട്ടുള്ളൂ. അപ്പം കളർ പോകുന്ന ഡ്രസ്സിൻ്റെ കൂടെ ഇട്ട് കഴുകാൻ നിൽക്കരുത്. കഴുകണമെന്നുണ്ടെങ്കിൽ ഫുള്ളും മഞ്ഞയും ചുവപ്പൊക്കെ ആയിട്ട് വരും. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 726 ആണ്. 726 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് മീഡിയം, ലാർജ്, എക്സലിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ എടുത്തിട്ടുള്ള മീഡിയം ആണ്. ആൻഡ് ഗൈസ് ഇത് പോളിസ്റ്റർ മെറ്റീരിയലാണ് വരുന്നത്. പക്ഷേ പോളിസ്റ്റർ ആണ് മെറ്റീരിയൽ ആണെങ്കിൽ പോലും ഇടാൻ കംഫർട്ടബിൾ ആണ്. ഭയങ്കര ചൂടോ വിയർപ്പോ അങ്ങനെ ഒന്നുമില്ല. നൈസാണ്. ഫുൾ സ്ലീവ്സ് വരുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വർക്കൊന്നും വരുന്നില്ല. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഈ ഒരു ലേസാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗിയായിട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതിൻ്റെ ബോട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും സെയിം ആ ഒരു ടൈപ്പ് ചെറി പ്രിൻറ്റഡ് തന്നെയാണ് വരുന്നത്. ഫുൾ ഇത് കണക്കത്തെ കുഞ്ഞു കുഞ്ഞു ചെറി പ്രിൻറ്റഡും. ആൻഡ് എൻഡ് പോർഷനിൽ ഇതേപോലെ ലേസ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ഇലാസ്റ്റിക്കാണ്, വേസ്റ്റും ഇലാസ്റ്റിക്കാണ് വരുന്നത്. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒരു കാരണവശാലും ഇത് വാഷ് ചെയ്യുമ്പോൾ കളർ പോകണം. ഒന്നിൻ്റെ കൂടെ ഇട്ട് വാഷ് ചെയ്യരുത്. ഈ വൈറ്റ് ലേസ് മാറിയിട്ട് വേറെ കളറാണ്. കാരണം എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റി, അതുകൊണ്ടാണ് പറയണത്. ഇങ്ങനെ ഇട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഭയങ്കര പൂക്കി ഡ്രസ്സാണ് കേട്ടോ. ഭയങ്കര പൂക്കി ഡ്രസ്സുകളാണ്. ഇനി മെയിനായിട്ട് എൻ്റെ കുറച്ച് നാളത്തെ ആഗ്രഹിച്ച് ഇനി കുറച്ച് നമുക്ക് പൂക്കി കളിച്ച് നടക്കാം. മുതുക്കഴിഞ്ഞ് പൂക്കി കളിച്ച് നടക്കും. അങ്ങനത്തെ ഡ്രസ്സുകളാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത് എഗെയിൻ നമുക്കൊരു എന്താ പറയുക ഒരു നൈറ്റ് സെറ്റ് തന്നെയാണ്. ഇതാണ് ടോപ്പായിട്ട് വരുന്നത്. ഇത് മാള് ഇട്ടിട്ടോ സ്ലസ് ഇങ്ങനെ ഓക്കെ. ഇതാണ് വരുന്നത്. ഈ ഒരു ഫുൾ ഇതിനകത്ത് കുഞ്ഞ് സ്ട്രോബെറി അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പ്രിൻ്റാണ് വരുന്നത്. ആൻഡ് ഗൈസ് ഇത് ഭയങ്കര ഡെലിക്കേറ്റഡ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. കോട്ടൺ അല്ല. ഇതിലിപ്പോൾ അവർ മെൻഷൻ ചെയ്തേക്കുന്നത് ഈ മെറ്റീരിയൽ പോളിസ്റ്റർ എന്നാണ്. പക്ഷേ 100% ആ ഒരു പോളിസ്റ്റർ ടൈപ്പ് അല്ല. ഭയങ്കര ബ്ലെൻഡ് കൂടെ വരുന്നുണ്ട്. കാരണം ഒരു കോട്ടൺ പോളിസ്റ്റർ ബ്ലെൻഡ് ആണെന്ന് തോന്നുന്നു. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ്.
ഫുൾ സ്ലീവ്സ് വരുന്നുണ്ട്. ഇതേ കണക്കത്തൊരു നെക്ക് വരുന്നുണ്ട്. ഫുള്ള് ബട്ടൺ ആണ്. ഇവിടെ ഇങ്ങനെ ഫുള്ള് ഇതേപോലെ ബട്ടൺ വരുന്നുണ്ട്. ആൻഡ് ഇത് ഭയങ്കര ക്യൂട്ട് ഡ്രസ്സാണ്. ഞാനിതിപ്പം എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, എനിക്ക് മാളൂനൂടെ വേണ്ടി വാങ്ങിച്ചത്. ഞാൻ പറയാൻ പറഞ്ഞു, എനിക്ക് മാളിനൂടെ ഞാൻ ഓരോ കളറിൽ ഒരേപോലത്തെ കളറിൽ പല പല പാറ്റേൺ ആ ഒരു ടൈപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഭയങ്കര നൈസ് കേട്ടോ. എനിക്കാണെങ്കിൽ അങ്ങ് ഇഷ്ടപ്പെട്ട് കണ്ടിട്ട് നല്ല നൈസ് ആയിട്ടുണ്ട്. ഇത് എനിക്ക് ഫുൾ സ്ലീവ്സ് വരുന്നുണ്ട്. ഇത് മേ ബി വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി ഇതുവരെ ഞങ്ങൾ ഇട്ടില്ല, വാഷ് ചെയ്തില്ല. കാരണം കുറച്ച് നേരം ഇട്ടപ്പോൾ തന്നെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷേ ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇത് നോക്കുക. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത സൈസ് സ്മോൾ ആണ്. അപ്പോൾ ഒരു സൈസ് കൂടുതൽ ഓർഡർ ചെയ്യാം കേട്ടോ. കാരണം മാളൂനിട്ടപ്പോൾ കുറച്ച് ഇറുക്കം പോലെ, കുറച്ചൊക്കെ ഒരു പിടുത്തം പോലെ തോന്നി. കാരണം നൈറ്റ് വെയർ ഒക്കെ എനിക്ക് പേഴ്സണലി കുറച്ച് ഫ്രീ ആയിട്ട് നമുക്കിങ്ങനെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റണത്. നൈറ്റ് വെയർ വെച്ചാൽ രാത്രി മാത്രമേ അങ്ങനെയൊന്നുമില്ല, നമ്മളിവിടെ പകലൊക്കെ ഇത് തന്നെയാണ് ഇടുന്നത്. പക്ഷേ കുറച്ച് ഫ്രീ ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു സൈസ് ലാർജർ എടുക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഡ്രോപ്ഡ് ആയിട്ടുള്ള ലോങ് സ്ലീവ്സ് ആണ് വരുന്നത്. അതായത് കറക്റ്റ് ഇവിടെ അല്ല, കുറച്ച് ഇവിടെ ഇറങ്ങിയിട്ടുള്ള സ്ലീവ്സ് ആണ് വരുന്നത്. നൈസ് വണ്ണാണിത്. അതിൻ്റെ ഇതിൻ്റെ ബോട്ടം നോക്കുകയാണെങ്കിൽ ബോട്ടം ഇത് സെയിം പ്രിന്റ് തന്നെയാണ്, സെയിം മെറ്റീരിയലാണ്. വേസ്റ്റ് വന്നിട്ട് ഹൈ വേസ്റ്റ് ഇലാസ്റ്റിക് ആണ് വരുന്നത്. ആൻഡ് ഞാൻ പറയാം, എനിക്ക് സാവന്നിൽ നിന്ന് നൈറ്റ് ഡ്രസ്സും അല്ലെന്നുണ്ടെങ്കിൽ ഏത് ഡ്രസ്സ് വാങ്ങിച്ചിട്ടായാലും എനിക്കങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ ക്വാളിറ്റി കുറഞ്ഞ് എനിക്ക് അങ്ങനെ ഇതുവരെയും കിട്ടിയിട്ടില്ല. മേ ബി ഞാൻ ഓർഡർ ചെയ്യുന്ന സൈസ് വലുതോ ചെറുതോ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൂ. പിന്നെ ഏതോ ഒരു സമയത്ത് ഓർഡർ ചെയ്തൊരു ചെറിയ കളർ ഡിഫറൻസ് ഉണ്ടായിരുന്നു, അത് ഞാൻ റിട്ടേൺ അയച്ചു, റീഫണ്ടും കിട്ടി. എനിക്ക് ലൈക്ക് അർബാനിക് ആണ് സാവന്നയായിട്ട് മാറിയത്. അർബാനിക്കിൽ ഇപ്പം നോക്കുകയാണെങ്കിൽ ഭയങ്കര ലക്ഷറി പ്രോഡക്ട്സുകളാണെന്ന് വെച്ചാൽ 3000 രൂപയുടെ ഡ്രസ്സ്, 4000 രൂപയുടെ ടോപ്പ് അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. സാവന്നയിൽ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അഫോർഡബിൾ ആണ്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 800 റേറ്റ് ആണ്. 800 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇത് മറ്റേതിനേക്കാളും കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ്. കാരണം ഇത് ഫുൾ പൂക്കി സ്റ്റൈലാണ്, കൊറിയൻ അങ്ങനത്തെ സ്റ്റൈലാണ്. ലൈക്ക് ഈ ഒരു സ്റ്റൈൽ വരുമ്പോൾ തന്നെ റേറ്റ് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ തായ്ലാൻഡിൽ ബാങ്കോക്കിൽ പോകുമ്പോൾ ബാങ്കോക്ക് പ്ലാറ്റിനം മോളിൽ പോവുക. ഇതൊക്കെ കുറച്ചുകൂടെ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ മൂന്നാമത്തെ ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ബിയർ, ഇതിന് അങ്ങനെയല്ലേ പറയണത്, ബിയർ കരടിയല്ലേ, ബിയർ ഓക്കെ ബിയർ പ്രിന്റ് വരുന്ന, ഇവിടെ മാത്രമല്ല വേറെ ഒന്നുമില്ല, പ്രിന്റ് വരുന്ന ഒരു ക്യൂട്ട് ടോപ്പാണ് വിത്ത് ഫുൾ സ്ലീവ്സ് വരുന്നുണ്ട്. ഇത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇത് കംഫർട്ടബിൾ ആണ്. പക്ഷേ ഇത് പെട്ടെന്ന് അഴുക്കാവണ വൃത്തിയായിട്ട തുണിയാണെന്നുണ്ടെങ്കിൽ പറയാം. കാരണം എൻ്റെ പൊന്നു ഗൈസ്, ഞാനിത് ഒരു ദിവസം ഇട്ട് അന്ന് രാത്രി ഇട്ടിട്ട് പിറ്റേന്ന് രാത്രി വൈകിട്ട് കുളിക്കാൻ കയറിയപ്പോഴത്തേക്ക് ഫുൾ അഴുക്ക്. ഇത് ഫുള്ള് നിറച്ചഴുക്ക്, അമ്മാതിരി പെട്ടെന്ന് അഴുക്ക് പറ്റും. അപ്പോൾ ഇത് ഇട്ടുകൊണ്ടൊക്കെ വിയർക്കാതെ എവിടെയെങ്കിലും ഒക്കെ ഇരിക്കണം. അങ്ങനെ ഇരിക്കുന്നതായിരിക്കും ബെറ്റർ. ഡെയിലി ഇങ്ങനെ ഭയങ്കരമായിട്ട് ജോലിയൊന്നും ചെയ്യണവർ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. കാരണം അഴുക്കായിട്ട് പണ്ടാരടങ്ങും. ആൻഡ് പോളിസ്റ്റർ മെറ്റീരിയലാണ് വരുന്നത്. ഇതാണ് മെറ്റീരിയൽ. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ ചൂട് എടുക്കണമെന്ന് വെച്ചാൽ ഇച്ചിരി ചൂടുണ്ട്, ഭയങ്കര ചൂടില്ല. പിന്നെ ഞാൻ അങ്ങനെ ഭയങ്കര വിയർക്കുന്ന ടൈപ്പും അല്ല. അപ്പം കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൽ വേറെ പ്രിൻ്റ് ഒന്നുമില്ല. ബാക്കായാലും സ്ലീവ്സിലായാലും ഒന്നും പ്രിൻ്റില്ല. ഈ ഒരു സ്വീറ്റ് ബിയർ, ഇതിൻ്റെ ഈ മധുരമുള്ള കരടിയുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ ലെഫ്റ്റ് സൈഡിൽ. ആൻഡ് ഇത് സ്മോൾ ആണ്, ഞാൻ സൈസ് ചെയ്ത് എനിക്ക് ഓക്കെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു മാളൂന് ഹൈറ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് പിടുത്തോണം തോന്നുന്നു പാൻറ്റൊക്കെ. അപ്പം മാളിന് ഇനി വാങ്ങാൻ മീഡിയം വാങ്ങണം, ഹൈറ്റ് ഉള്ളതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ഇത് കണക്ക് ചെക്ക് വന്നിട്ടുള്ള നോർമൽ ബോട്ടം പാൻസ് ആണ്. നോർമൽ പാൻസ് വേസ്റ്റ് വന്നിട്ട് ഇലാസ്റ്റിക് ആണ് വരുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് ഇപ്പം പറയാന്ന് വെച്ചാൽ എനിക്കിത് ഓക്കെയാണ്. 50 കിലോ ഉള്ള എനിക്ക് 50 കിലോ അങ്ങനെയല്ലേ വരും, അല്ല ഇപ്പം 50 കിലോ ഒക്കെ ഉള്ള എനിക്കിത് ഓക്കെയാണ്. മാളൊരു 54 കിലോ ഉണ്ട്. 54 കിലോ മാളൊന്നും ഓക്കെയല്ല. ഇപ്പം മീഡിയം സൈസാണ് നിങ്ങൾ ഓർഡർ ചെയ്യണം, ആ കിലോ ഒക്കെ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ. കാരണം അവർക്ക് കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട്. ഇത് ഇവിടെ പിടിക്കും, മനസ്സിലായോ ഗൈസ്, ഇവിടെ ഇങ്ങനെ പിടിക്കും.
ഓക്കെ ഗൈസ്, നെക്സ്റ്റ് വന്നിട്ട് എഗെയിൻ ഒരു ബ്ലൂ ആണ്. കാരണം ഒരു ബ്ലൂ മാളൂനും ഒരു ബ്ലൂ എനിക്ക് എന്നൊക്കെ ഉള്ള രീതിയിലാണ് എടുത്തത്. ഈ ഒരു ബ്ലൂ ഡ്രസ്സാണ് വരുന്നത്. റൗണ്ട് നെക്കാണ് വരുന്നത്. ഫുൾ സ്ലീവ്സ് വരുന്നുണ്ട്. ഇതിൽ ഫുള്ള് ലവ് പ്രിന്റ് ആണ് കേട്ടോ വരുന്ന. ഫുൾ ലവ് പ്രിന്റ് ആണ്. ഇത് വാഷ് ചെയ്തിട്ട് പ്രിന്റ് ഒന്നും പോയിട്ടില്ല. ഇതൊരു 3-4 തവണ വാഷ് ചെയ്ത് ഇതിന്റെ പ്രിന്റ് ഒന്നും പോയിട്ടില്ല. പിന്നെ എനിക്ക് തോന്നിയ വിഷയം വെച്ചാൽ തുണി പിഞ്ചണുണ്ട്. പിഞ്ചണ മീൻസ് ഇങ്ങനെ നൂല് പൊങ്ങിയിരിക്കത്തില്ലേ, അങ്ങനെ നൂല് പൊങ്ങിയിരിക്കണുണ്ട്. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ല. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇപ്പം ഇതിന് 1000 രൂപയാണ് കൊടുത്തേക്കണം. പക്ഷെ ഞാൻ വാങ്ങിച്ച സമയത്ത് 800 രൂപ ആണ് ഇതിൻ്റെ റേറ്റ്. ഇപ്പം ഇതിൽ 990 രൂപ എടുത്തേക്കണം. ഞാൻ വാങ്ങിച്ച സമയത്ത് 832, 820 ആ ഒരു റേറ്റാണ് വരണത്. ആൻഡ് ഗൈസ്, ഇത് പോളിസ്റ്റർ മെറ്റീരിയലാണ് വരുന്നത്. ഇത് സ്മോൾ, മീഡിയം, ലാർജ്, എക്സെല്ലും വരണുണ്ട്. ബ്ലൂ ആണ്, വേറെ കളറൊന്നും ഇതിലും ഇല്ല. ഇത് നൈസാണ്. എനിക്കിന്ന വിഷമം തോന്നുന്നു വെച്ചാൽ ഇത് ടോപ്പിനെക്കാളും ബോട്ടത്തിൽ നല്ല പോലെ നൂല് പിഞ്ചിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പോർഷൻസ് എൻ്റെ നഖം ഇവിടുത്തെ സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ ഉരിച്ച് ദേഹം മുഴുവൻ ഉരിക്കണ സാധനം, അതൊക്കെ ഇങ്ങനെ കരുക്കൊള്ളാണ്. കണ്ട ഫുൾ ഇങ്ങനെ ഇവിടെയൊക്കെ കുറച്ച് നൂല് പൊന്തിയിട്ടുണ്ട്. ഒരു 4-5 തവണ വാഷ് ചെയ്ത്. പിന്നെ എനിക്ക് പറഞ്ഞു വെച്ചാൽ ഇതൊക്കെ കുറച്ച് പൂക്കി ടൈപ്പ് ഓഫ് കുറച്ച്, അതായത് ഇപ്പം നൈറ്റ് വെയർ ഒരു 800 ആ ഒരു റേഞ്ചിലാണ് ഇതൊക്കെ ഉള്ളത്. അപ്പം നിങ്ങൾ ഇതൊക്കെ ഡെയിലി ഇടരുത്, വല്ലപ്പോഴും ഇടുക. വല്ലപ്പോഴും, മനസ്സിലായ? വീട്ടിലൊക്കെ ആരെങ്കിലും വരുമ്പം മാത്രം ഇട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ എന്നെപ്പോലെ നൈറ്റ് ഇട്ടുകൊണ്ട് വന്നിട്ട് ആരെങ്കിലും വരണം എന്നറിയുമ്പോഴത്തേക്ക് പോയി ഇതൊക്കെ ഇട്ടുകൊണ്ടിങ്ങനെ നിൽക്കുക. അല്ലാത്തപ്പോഴത്തേ അമ്മേരെ നൈറ്റി, എനിക്ക് അമ്മേരെ നൈറ്റിയാണ് ഗൈസ്. ഇപ്പം ഇത്രയും ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള എൻ്റെ ഡ്രസ്സ് എനിക്ക് അമ്മേരെ നൈറ്റിയാണ്. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നിട്ട് ഈ കഴിവാതെ ഇട്ടേക്കും, അമ്മ ഇവിടെ കഴിവാതെ എവിടെയെങ്കിലും ഇട്ടേക്കാൻ നൈറ്റിയാണെങ്കിൽ ഞാൻ പോയി അതെടുത്തിട്ടുണ്ട് കയറി കിടന്നു തുടങ്ങും. എനിക്കത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമാണത്. ഓക്കെ, വേസ്റ്റ് വന്നിട്ട് ഇലാസ്റ്റിക് ആണ്, ഹൈ വേസ്റ്റ് ആണ് വരുന്നത്. ഇതിൽ ഫുൾ ഇത് കണക്ക് ലവ് പ്രിന്റ് ആണ് വരണത്. അത് കഴിഞ്ഞിട്ട് ഈ കൂട്ടത്തില് ഒരു ക്യൂട്ടിയാണ്, ഭയങ്കര പൂക്കിയായിട്ടുള്ള ഡ്രസ്സാണ് ഗൈസ് ഇത് ഫുൾ ബിയർ ആണ് കേട്ടോ. ഫുൾ ബിയർ പ്രിന്റഡ് ആണ്. പല ടൈപ്പിലുള്ള മഞ്ഞ കരടി, ബ്രൗൺ കരടി ഒക്കെ ഉള്ള ഒരു ബിയർ പ്രിന്റ് ഉള്ള ഡ്രസ്സാണ്. ആൻഡ് സ്ലിപ്സ് വന്നിട്ട് മറ്റേ കുഞ്ഞ് സ്പെഗട്ടി അല്ലെങ്കിൽ കുഞ്ഞ് സ്ലിപ്സ് ആണ് വരുന്നത്. പക്ഷെ ഞാനിവിടെ ഇങ്ങനെ കെട്ടി വെച്ചേക്കണണ്ട, ഇതെനിക്ക് നല്ല ഇറങ്ങി കിടക്കണം, അതായത് ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ പയ്യെ ഇതങ്ങ് കെട്ടി വെച്ച്, ഇതും ആലും ചോദിക്കുക പൂക്കി എന്ന് പറയുന്ന രീതിക്ക് ഞാൻ കെട്ടിവെച്ച്. ആൻഡ് ഇതിൻ്റെ നെക്കിനെ പറയണ, ഞാൻ ഇപ്പോഴാണ് കേൾക്കണ വാക്ക് സ്കൂപ്പ് നെക്ക്. എനിക്ക് തോന്നുന്നു ഐസ്ക്രീം സ്കൂപ്പ് പോലെ ഇങ്ങനെ വരില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള നെക്കായോണ്ടായിരിക്കും ഇതിന് സ്കൂപ്പ് നെക്ക് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര പോളിസ്റ്റർ മെറ്റീരിയലാണ്, പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. എന്നാൽ എനിക്ക് കുറച്ചുകൂടെ നല്ല ലൂസായിട്ടാണ് കിടക്കുന്നത്. സൈസ് ഞാൻ വാങ്ങിച്ചു മീഡിയം, സ്മോൾ ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇങ്ങനെ കാറ്റൊക്കെ നല്ലപോലെ കയറുന്നൊരു തുണിയാണ് ഇത്. ആൻഡ് ഭയങ്കര ക്യൂട്ട് ഡ്രസ്സാണ്. ഇതൊക്കെ ഞാൻ വല്ലപ്പോഴേ ഇടുള്ളൂ, കാരണം പെട്ടെന്ന് തൊലഞ്ഞു പോയാലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പാൻസ്, ഇതാണ് പാൻസ് ഇടുന്ന. ഇത് ഇത്രയും വാങ്ങിച്ചതിൽ ആകെ ഇതിന് മാത്രമേ പോക്കറ്റ് ഉള്ളൂ ഗൈസ്. ഇതിന് പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഗൈസ്. ഇതിലും ഫുള്ള് ഹൈ വേസ്റ്റ് ആണ് വരുന്നത്. ഫുൾ ബ്രൗണും മഞ്ഞ കളറിൽ കരടിയാണ് വരുന്നത്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇതിങ്ങനെ നല്ല ഇറങ്ങി കിടക്കുന്ന പാൻസ് അല്ല, ബോട്ടം അല്ല, കുറച്ച് നമ്മുടെ ആംഗിൾ ലെങ്തിൽ കിടക്കുന്നതാണ്. ആംഗിൾ ലെങ്ത് കിടക്കുന്നതാണ് നല്ലത്. വീട്ടിലൊക്കെ നിൽക്കാം, അല്ലെങ്കിൽ അതിൻ്റെ തുമ്പ് കിടന്ന് തേഞ്ഞുകൊണ്ടിരിക്കും. എന്നെക്കാളും ഇങ്ങനെ ആംഗിൾ ലെങ്ത് കിടക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ടോപ്പിൻ്റെ ഇവിടെ കണ്ട ഫുൾ ബട്ടൺ ആണ്. ഈ ബട്ടൺ നമുക്ക് ഊരാൻ വേണ്ടിയിട്ട് പറ്റും. ബട്ടൺ അങ്ങനെതാണ്. സോ ദിസ് വൺ. അത് കഴിഞ്ഞിട്ട് ഇതാണ് നിങ്ങൾ ഭയങ്കര റിക്വസ്റ്റ് ചോദിച്ചത്, ഇവിടെ എന്നാണെന്നുള്ളത് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കണക്ക് പാൻറ് ഉടുപ്പിനേക്കാളും എനിക്കിഷ്ടം മാക്സി നൈറ്റി പോലത്തെ ഡ്രസ്സാണ്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കി എന്തെങ്കിലും നൈറ്റി മാക്സി ഡ്രസ്സാണ്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഗൈസ് ഈ ഒരു ദിസ് ഈസ് ദ ബൗ നൈറ്റ് ഡ്രസ്സ് കിട്ടിയത്. ഇതാ ഇവിടെ കണ്ട, ഇത് ഇങ്ങനെ ഫുള്ള് ലേസ് വരണുണ്ട്. ഈ ഒരു ആപ്രിക്കോട്ട്, ഈ ഒരു ലൈറ്റ് ഇതാണ് ഷെയ്ഡ്. പിന്നെ ഇതാ ഇവിടെ കണ്ട കുഞ്ഞ് ഇത് മറ്റേ ലൈലാക്ക് അങ്ങനെ ലൈലാക്ക് കളർ ഡ്രസ്സ്, ഇങ്ങനെ കുഞ്ഞ് പൂ പ്രിന്റ് ഒക്കെ വരുന്നുണ്ട്. ഇതാണ് ഷോർട്ട് സ്ലീവ്സ് ആണ്. സ്ലീവ്സിൻ്റെ എൻഡിൽ ലേസ് വരുന്നുണ്ട്. ഇത് ഞാൻ വേറൊരു തുണിയിലൂടെ ഇട്ട് കഴുകിയിട്ട് ഇതിൻ്റെ കളർ ഒന്ന് മാറിയിരുന്നു. പക്ഷെ പിന്നെ രണ്ടാമത് കഴുകിയപ്പം കളറങ്ങ് സെറ്റായി. ഇതാണ് ഡ്രസ്സ് കഴുകിയിട്ടേക്കണം, കംഫർട്ട് മുക്കി. ഓക്കെ, അത് ഇത്രയേ ഉള്ളൂ. ആൻഡ് ഇതിൻ്റെ ഈ മെറ്റീരിയൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്. പോളിസ്റ്റർ ഇലാസ്റ്റിൻ മെറ്റീരിയൽ എന്ന് പറയുന്നുണ്ട്. നല്ല സ്ട്രെച്ചബിൾ ആണെന്ന് പറയുന്നു. അല്ല,
നോ ദാറ്റ്സ് ഫേക്ക്. അങ്ങനെ ഭയങ്കര സ്ട്രെച്ചബിൾ ഒന്നും അല്ല. വി നെക്കാണ് വരുന്നത്, എൽബോ ലെങ്ത്, അതായത് എനിക്ക് ഇപ്പം നിങ്ങൾ കാണുന്ന ആ ഒരു മുട്ടിൻ്റെ കുറച്ച് താഴെയാണ് നിൽക്കുന്നത്. കുറച്ച് ഹൈറ്റ് ഉള്ളത് കുറച്ചുകൂടെ പൊങ്ങിക്കും. ഞാൻ പിന്നെ 5.5 പറയില്ല, 5 ഇഞ്ചാണ് ഞാൻ കറക്റ്റൊക്കെ എൻ്റെ അമ്മയുടെ ഭാഷ പറഞ്ഞ. സോ ഇത് എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ മാളിനോട് കൂടി ഇതെനിക്ക് നമ്മുടെ ലാസ്റ്റ് ഡ്രസ്സാണ് ഈ ഡ്രസ്സ്. ഇത് വന്നിട്ട് എന്തോ ഇത് ഞാൻ പറയാം, ഇത് എന്ത് ലാസ്റ്റ് ആണ് ഇതിനെ കുറിച്ച് എനിക്ക് 10 കുറ്റം പറയാണ്ട്. ഇത് ഒടുക്കത്തെ ചൂടാണ് ഗൈസ്. മറ്റേ വെയിലില്ലെങ്കിൽ പോലും നമ്മളിങ്ങനെ വിയർത്തുകൊണ്ടിരിക്കും. അങ്ങനെ പോളിസ്റ്റർ മെറ്റീരിയലാണ് ഇത്. ഭയങ്കര നൈസായിട്ടുള്ള മെറ്റീരിയലാണ്, അതായത് ഭയങ്കര അകത്ത് നിഴലടിക്കുന്ന മെറ്റീരിയലാണ്. ആൻഡ് നേരത്തെ പോലെ സ്കൂപ്പ് നെക്കും, നെക്കിൻ്റെ താഴോട്ട് 2 ബട്ടണും വന്നിട്ടുണ്ട്. ആൻഡ് ഗൈസ് ദിസ് വൺ ഇസ് വസൻ നമ്പേഴ്സ്, സൂപ്പറാണ്. ഇതാണ് ഇങ്ങനെ ഫുൾ റോസ്, കുട്ടി കുട്ടി റോസ് പ്രിന്റഡ് വരുന്ന ഒരു ഡ്രസ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇങ്ങനെ തുമ്പിൽ വന്നിട്ട് ഇത് കണക്ക് ഫുൾ റോസ്, ഒരു പേസ്റ്റൽ ബ്ലഷ് പിങ്ക് കളർ വന്നിട്ട് ഇങ്ങനെ ഒരു ബബിൾ പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഫുൾ ബാക്ക് ഫുള്ളും ഇത് കണക്ക് റോസ് പ്രിന്റാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം വെച്ചാൽ ഈ പോളിസ്റ്ററിൻ്റെ ഒക്കെ ഉപയോഗിച്ചാൽ കളർ പോവില്ല. കോട്ടനൊക്കെ നമുക്ക് പറയുന്നത് കളർ പോകുന്നത്, കളർ പോവില്ല. പിന്നെ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ നൈറ്റൊക്കെ നൈസാണ്. റൂമിലൊക്കെ ഫാനൊക്കെ ഇട്ടിട്ട് കാരണം നല്ല കാറ്റൊക്കെ കയറി നൈസാണ്. പകൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിലൊക്കെ നല്ല ചൂടെത്തി ജോലിയൊക്കെ ചെയ്യണമെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. ജോലി ചെയ്താൽ എണ്ണ കണക്ക് വേലക്കള്ളിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നൈസായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഫൈനൽ. ഇത്ര ഡ്രസ്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇതെല്ലാം എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ്. ഞാൻ പറഞ്ഞത് എനിക്ക് വാങ്ങിച്ച് ഇഷ്ടപ്പെട്ടു, എനിക്ക് എൻ്റെ റിവ്യൂ ആണ് പറഞ്ഞത്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്കറിയാം, ഇത് കുറച്ച് സാവന്ന അല്ലെങ്കിൽ സവാന സാവന്ന എന്ന് പറഞ്ഞൊരു പണ്ട് എന്താ പഠിച്ചാണ് ഞാൻ. സവാന എന്ന് പറയുന്ന ഈ ഒരു ആപ്പ്, അതായത് മറ്റേ തായ്ലാൻഡ് എനിക്ക് തോന്നുന്നു എക്സ്പോർട്ട് ചെയ്യണതാണ് അവർ. അപ്പം കുറച്ച് എക്സ്പെൻസീവാണ് ഈ ഡ്രസ്സുകൾ. അപ്പം കാരണം സാധനം നമ്മൾ മീഷോ 120, 300, 400 അല്ല, കാരണം അതിൻ്റെ കൂടെ ഒരു ഡബിൾ പ്രൈസ് കൂടെ വരണുണ്ട്. അപ്പം നിങ്ങൾ നോക്കുക, നിങ്ങളെ ഇഷ്ടമാണ് എന്താ വാങ്ങണം എന്തിടണോ എന്നുള്ളത്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാൻ.